പുതിയ സിനിമയുടെ പൂജയുടെ ലൊക്കേഷനിലാണ്. എന്താണ് പുതിയ വിഷയം? പൂജ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഇപ്പോൾ സുമതി വളരെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് പ്രേമലൂരിന് ശേഷം എല്ലാവരും പുതിയ വിശേഷം. എല്ലാവരും പ്രേമലു എന്നാണ് പ്രേമലു സ്റ്റാർസ് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. അതൊന്നും ബ്രേക്ക് ചെയ്യാൻ സുമതിയോളം സഹായിക്കില്ല. അല്ല, പ്രേമലു സ്റ്റാർ എന്ന് അറിയപ്പെടാൻ തന്നെയാണ് എനിക്കിഷ്ടം. അതാണ് കൂടുതൽ സന്തോഷം തരുന്നതും. പിന്നെ ഇനി പുതിയ സിനിമകൾ വരുമ്പോൾ എല്ലാവരും അതുപോലെ ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രേമലു 2ൻ്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? പ്രേമലു അടുത്ത വർഷമായി എന്നാണ് പറയണത്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല. സംഗീതത്തിന് അവാർഡ് കിട്ടുന്നു, നമ്മുടെ ശ്രീത്വത്തിന് കിട്ടുന്നു, കുറേയധികം അവാർഡുകൾ നമ്മുടെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ സംഗീതത്തിനൊക്കെ ഇന്നലെ അവാർഡ് കിട്ടിയത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആരവവും ബഹളമൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ശ്രീപത്തിനായാലും നമ്മുടെ നാടിന്, ഞാനും അവനും ഒരേ നാട് കണ്ണൂരാണ്. അപ്പോൾ നാടിനൊക്കെ ഭയങ്കര അഭിമാനമായിട്ടുള്ള നിമിഷം. സുമതിയോളം ഒരു ഹൊറർ സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ ഒരു ഹൊറർ രീതിയിലാണോ പ്രതീക്ഷിക്കുന്നത്? ഹൊറർ കോമഡിയാണ്. ആക്ച്വലി പ്രേമലൂരിലുള്ള കുറച്ച് സ്റ്റാർസും കൂടി ഉണ്ട് ഈ സിനിമയിൽ. നിങ്ങളുടെ ഒരു പകുതി ഗ്യാങ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശ്യാമേട്ടനൊക്കെ ഓക്കെ, താങ്ക് യു. ജോലിയാണ്, അങ്ങനത്തെ മത്സരമൊന്നുമല്ല. ജൂറി എന്ന് പറയുന്ന ഒരു 5-6 പേര് കാണും. അവർക്ക് ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് ആ പ്രകടനം കണ്ട് ആരെങ്കിലും ഒരാൾ കുറച്ച് മുന്നിലാണെന്ന് തോന്നുമ്പോൾ അവർക്ക് അവാർഡ് കൊടുക്കും. അത്രേ ഉള്ളൂ. എന്ന് വെച്ചുകൊണ്ട് നമുക്ക് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഏറ്റവും മികച്ച നടന്നല്ലേ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയാലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. നമുക്കതല്ല, നമുക്ക് നമ്മൾ എത്ര വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെക്കാളും മികച്ച നടന്മാരെന്ന് പറയാനായിട്ട് നമുക്ക് അധികം പേരൊന്നും പറയാനില്ല മലയാളത്തിൽ. അപ്പം സന്തോഷം, എല്ലാം കൊണ്ട് സന്തോഷം. അതുപോലെ കഴിഞ്ഞ കുറേ തവണ ആയിട്ട് നമുക്ക് അവാർഡിനെ പരിഗണിച്ചില്ല. മമ്മൂക്കയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അല്ല, ഞാൻ നമുക്ക് ആവശ്യത്തിന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ അവിടെ അഭിനയിക്കാൻ തന്നെ ഇവിടെ സമയമില്ല, പുള്ളി ഓടി നടക്കുക. അല്ല, ഞാൻ കുറേ ചാനൽ ചർച്ചയാകുന്നു. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരാളെന്ന നിലയിലാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. അതായത് 3 ദിവസം കഴിഞ്ഞ് പുതിയൊരു ടോപ്പിക് വരുമ്പോൾ ഈ ചർച്ച മാറിക്കൊണ്ട് വേറെ ചർച്ച. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്താണ് സുമതിയോളവിൻ്റെ പുതിയ വിശേഷങ്ങൾ? ഇപ്പോൾ തമിഴിലൊരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണല്ലോ എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പോൾ അതിന് ശേഷം മലയാളത്തിൽ വന്നു. എന്താണ് എക്സ്പെക്റ്റേഷനൊക്കെ? എന്താണ്? നല്ല ടീമാണ്, വർക്ക് ചെയ്യാൻ സക്സസ് ആവും. ഐ ടിയിലേക്ക് അപ്പോൾ അറിഞ്ഞൂടാ, നന്നായി വരട്ടെ.